അസ്സലാമലൈക്കും. ഹായ് ഹലോ. അപ്പോൾ അതാ നമുക്ക് ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചെറിയൊരു സ്കിൻ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിൻ കമൻറ്റായിട്ട് കൊടുത്തേക്കാം. പിന്നെ അപ്പം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സൺസ്ക്രീനാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് 2 ഫിംഗർ റൂളിൽ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിൻ്റർ സീസണാണ്, നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. നമ്മൾ വിൻ്റർ ആയാലും സമ്മർ ആയാലും സൺസ്ക്രീന് മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണ് അതിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് ഞാനിവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. അത് ജസ്റ്റ് പിഗ്മെൻറ്റേഷൻ ഉള്ള ഏരിയയിൽ അതേപോലെ ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിന് ചുറ്റും മൂക്കിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുമ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം, ഇതിന് ശേഷം വേണമെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, ഒരുപാട് മേക്കപ്പ് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒത്തിരി മേക്കപ്പ് എന്തെങ്കിലും എന്താ പറയുക, ഈ കൺസീലർ തന്നെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒന്ന് സ്കിന്ന് വന്നിട്ടൊന്ന് ഇതായിട്ടിരിക്കത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അധികം മേക്കപ്പ് യൂസ് ചെയ്യുന്നത് തള്ളു പറയാൻ കേട്ടോ, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് നിങ്ങൾക്ക് ലൂസ് പൗഡറോ കോമ്പാക്ട് പൗഡറോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കോമ്പാക്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു പൗഡർ നിങ്ങൾ യൂസ് ചെയ്യണം സെറ്റ് ആകാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ പെട്ടെന്ന് വേർക്കും, ഓയിലിയാവും. അപ്പോൾ അതെല്ലാം ഒലിച്ച് പോവും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദെൻ നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മസ്റ്റായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇതും. ഞാൻ എൻ്റെ മേക്കപ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഐബ്രോസ് എഴുതാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ച് കിട്ടാൽ മതി. ഞാനിപ്പോൾ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഐബ്രോയും ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഞാൻ ഐ ഷാഡോ ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല. ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ കണ്ണിന് മുകളിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. റെഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ കണ്ണിന് മുകളിൽ ഐ ഷാഡോയ്ക്ക് പകരം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഷാഡോ യൂസ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് കണ്ണെഴുതാണ് കേട്ടോ. കണ്ണ് ജസ്റ്റ് ഒരു പെൻ ഐലൈനർ വെച്ചിട്ട് കണ്ണിന് മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് വിടുന്നുണ്ട്. വളരെ ബോൾഡായിട്ടുമല്ല എങ്കിൽ വളരെ തിന്നായിട്ടുമല്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ഇതിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിനടിയിൽ കാജൽ യൂസ് ചെയ്തിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ച് നവരസങ്ങൾ കാണട്ടെ. എനിക്കിപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കാജൽ എഴുതി കഴിയുമ്പോൾ കണ്ണിന് ഇങ്ങനെ കുടുക്കുലാന്ന് വെള്ളച്ചാടാൻ തുടങ്ങി. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ കുറേ നവരസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ എന്തൊക്കെയാണ്, കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കണ്ണിന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കട്ടെ. ആ കാജൽ നമ്മൾ എഴുതിയ ഒരു എഫക്റ്റ് മാറുന്നത് വരേക്കും എനിക്ക് അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും. എന്താണെന്നല്ല, നേരത്തെ ഒന്നും പ്രശ്നമായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ അങ്ങനെ വരുന്നു. ഓക്കെ ഫൈൻ. അടുത്തത് എൻ്റെ മറ്റേ ഹൈലൈറ്റർ പ്ലസ് പ്രൈമർ സിസ് ബ്യൂട്ടിയുടെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വളരെ കുറച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് ഈ സമയത്താട്ടോ മസ്കാര ഇട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഒരു ഹൈലൈറ്റർ പ്ലസ് ബ്ലഷിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ടോ. നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ബ്ലഷ് ഹൈലൈറ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് അതായത് ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഹാക്കാണ്, അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ്, അതേപോലെ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അടുത്തത് അതിന് ചെറുതായിട്ടത് ചമ്മിയ മൂക്കായതുകൊണ്ട് ലൈറ്റായിട്ട് ആ ഒരു എഡ്ജിൽ മാത്രം ജസ്റ്റ് ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ മൂക്ക് ഷേപ്പില്ലാത്ത മൂക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ആ ഒരു ഹൈലൈറ്റർ പ്ലസ് പ്രൈമർ അത് തന്നെ വെച്ചിട്ട് മൂക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലൈറ്റായിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെന്താ അടുത്തത് അതേ മറ്റേ എന്താ പറയുക അല്ലല്ലോ ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു നാച്ചുറൽ ഫിനിഷൊക്കെ തോന്നുന്നു. ഓക്കെ, നിങ്ങളെന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഹൈലൈറ്റർ വെച്ചിട്ട് എഗെയിൻ കണ്ണ് അതായത് നമ്മുടെ പിരികം ഒന്ന് പോപ്പ് ചെയ്ത് നിർത്താനായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട മേക്കപ്പിനെ കുറിച്ചിട്ട്. പിന്നെ ഇനി എന്താ ഓക്കെ, മസ്കാര മറന്നുപോയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ മസ്കാരയും കൂടെ ഒരു 2-3 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഹെയർ സ്റ്റൈലാണ് കേട്ടോ. സ്പീഡിൽ കാണിക്കാം കേട്ടോ. ജസ്റ്റ് കുറച്ച് മുടി എടുത്തിട്ട് ഒന്ന് പിന്നിട്ട് അതേപോലത്തെ പോപ്പി ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഒരു സൈഡ് അങ്ങനെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഈ ഒരു കമ്മലും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയാൻ മറക്കണ്ട. പിന്നെ വേറൊരു ഹെയർ സ്റ്റൈലും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് മുമ്പിൽ നിന്ന് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു റാ ഷേപ്പിൽ ഈ പോപ്പി ക്ലിപ്പ് കുത്തുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ഇതാണ്. മേക്കപ്പ് ചെയ്യുന്നവർക്ക് മിക്കവർക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഈ മസ്കാര വന്നിട്ട് കണ്ണിന് മുകളിൽ ഇതേപോലെ. അത് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ അതിന് ശേഷമൊക്കെയാണ് കേട്ടോ ശ്രദ്ധിച്ചത്. അപ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് എന്താ ഇതേ സ്റ്റൈൽ തന്നെയാണോ? അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ ഫസ്റ്റ് ആ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ പറഞ്ഞില്ല. ഇതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ആ ചുരുട്ടിയ മുടിയിൽ നമ്മുടെ ആ ഒരു ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമുക്കിപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, എപ്പോഴെങ്കിലും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു മേക്കപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ട് ക്രിസ്മസ് ആശംസകൾ നേരുന്നിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ, സീ യു, ടേക്ക് കെയർ.